വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആദ്യഘട്ട കമ്മീഷനിംഗ് മെയ് 2 നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകും കമ്മീഷനിംഗ് നിർവഹിക്കുക. സംസ്ഥാന സർക്കാരിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചു. കേരളത്തിന്റെ വികസന കവാടമായി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി തുറമുഖം കമ്മീഷനിംഗ് ചെയ്യും. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനവും തീയതി തീരുമാനിച്ചിരുന്നുവെങ്കിലും സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾക്ക് അന്തിമ രൂപം നൽകി ഇന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സംസ്ഥാന സർക്കാരിന് അറിയിപ്പ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ മദർഷിപ്പുകളടക്കം നിരവധി കൂറ്റൻ ചരക്ക് കപ്പലുകൾ എത്തിത്തുടങ്ങിയിരുന്നു വിഴിഞ്ഞത്തേക്ക്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ഷിപ്പിംഗ് തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ, സംസ്ഥാന തുറമുഖ മന്ത്രി VN വാസവൻ, വ്യവസായ മന്ത്രി P രാജീവ്, ഡോക്ടർ ശശി തരൂർ MP, വ്യവസായി ഗൗതം അദാനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. കേരള സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഈ തുറമുഖം 2015 40 വർഷത്തേക്ക് ഒപ്പുവെച്ച കരാർ പ്രകാരം അദാനി ഗ്രൂപ്പാണ് നടത്തുന്നത്. രാജ്യത്തെ ആദ്യ ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായ വിഴിഞ്ഞം തുറമുഖം കൊളംബോ, സലാല, ദുബായ്, സിംഗപ്പൂർ തുടങ്ങിയ വൻകിട തുറമുഖങ്ങളുമായാണ് മത്സരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.